ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു സാറ്റർഡേത്തെ വ്ളോഗാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു മൂവിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് മൂവി എന്നുള്ളത് നിങ്ങൾ വഴിയേ മനസ്സിലാക്കും. ആക്ച്വലി രേഷുവിന് ആ മൂവിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ ഓൾറെഡി കണ്ടു. അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രേഷുവിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഫാമിലി എല്ലാവരും കാണണം. ഞാൻ വെറുതെ പറഞ്ഞ് കാണിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് കാണാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാനത് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് വരുന്നുണ്ട്. രേഷുവാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ വീഡിയോൻ്റെ ചുമതല രേഷുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് റെഡിയായി. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അവൾ അവളുടെ വണ്ടിയിൽ വരും, ഞങ്ങൾ അവൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അതിന് മുന്നേ തന്നെ രേഷുവും ചേച്ചിയായിട്ടും കൂടെ ടിക്കറ്റ് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് പോയി. അപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നല്ല ഇരുട്ട് പറഞ്ഞ് ഞങ്ങൾ നൈറ്റ് ഷോയിലാണ് പോയത്, അതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. 9 മണി ഷോ ആണ്. അപ്പോൾ വേഗം ഇവർ പോയി ടിക്കറ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ബാക്കിൽ വരാനായിരുന്നു പ്ലാന്. ആക്ച്വലി ഞങ്ങൾ പെട്ടെന്നായിരുന്നു സിനിമയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാന്. ഞാൻ ഓൾറെഡി കണ്ടു. അപ്പോൾ ഇവർ കാണാത്തതുകൊണ്ട് ഞാൻ അത് വെറുതെ പറഞ്ഞ് ഇവരിനെയൊക്കെ ഒന്ന് മോഹിപ്പിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണണം എന്നുള്ള കൊതിയായി. അപ്പോൾ അങ്ങനെ അവർ പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ടിക്കറ്റ് കിട്ടുക, ഞാനതിന് മുന്നത്തെ ആഴ്ചയായിരുന്നു കണ്ടത്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. നേരിട്ടൊന്നും പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ലായിരുന്നു, അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ ആദ്യം തന്നെ പറഞ്ഞയച്ചു, മേ ബി ടിക്കറ്റ് കിട്ടാതെ പോയാലോ പറഞ്ഞിട്ട്. പക്ഷേ കൊഴിഞ്ഞാമ്പാറയിൽ അതുകൊണ്ട് 4 തിയേറ്റർ എന്തോ ഉണ്ട് കൊഴിഞ്ഞാമ്പാറയിൽ. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വേറെ തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ ഞങ്ങൾ എപ്പോഴും ഈ കൗമാലിയ തിയേറ്ററിൽ തന്നെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അവിടെ തന്നെ കയറണം എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കയറി. രേഷു ചെറുതിനെ എങ്ങനെയോ ഒപ്പിച്ച് കയ്യിലാക്കി. അവൻ ആരുടെ കയ്യിലും പോയില്ല. അപ്പോൾ അവളുടെ കയ്യിൽ എങ്ങനെയോ അവൻ പോയി. അപ്പോൾ അവൾ അവനെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളെത്തിയപ്പോൾ ഉള്ളിലേക്ക് കയറി. സിനിമ ജസ്റ്റ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത് ജസ്റ്റ്. അപ്പോൾ അങ്ങനെ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇടയിൽ. ഗുഡ് ബാഡ് അഗ്ലിക്കായിരുന്നു പോയത്. അടിപൊളി മൂവിയാണ്. മൂവി എന്ന് വെച്ചാൽ സ്റ്റോറി വലുതായിട്ടങ്ങനെ ഒന്നുമില്ല, പക്ഷേ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഭയങ്കര കോമഡി, ഭയങ്കര ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരുന്നു മൂവി. അത് ഓരോ സെക്കൻഡ്സിലും നമുക്ക് ചിരിക്കാനുള്ള, അതായത് ഒന്നും ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ സെക്കൻഡ്സിനിടയിൽ നമുക്ക് ഓരോ കോമഡി അവരവിടെ എടുത്തുതരും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഡാൻസ് കളിക്കുന്ന വ്യക്തിനെ, അർജുൻ ദാസ്. എൻ്റെ ദേവി അടിപൊളി എന്ന് വെച്ചാൽ അവന് വേണ്ടി സിനിമ കാണാമെന്ന് ഞാൻ പറയും. നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അവൻ്റെ ആക്ടിങ്ങും അവൻ്റെ ഡാൻസിങ്ങും അവൻ്റെ കോമഡീസും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അവന് വേണ്ടി തന്നെ സിനിമ കാണാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾക്ക് ചായ കോഫിയൊക്കെ മേടിക്കുക. രേഷു അമ്മയും പോയി ചെയ്ത് എൻ്റെ ഒരു ചെക്കൻ ഉറങ്ങിപ്പോയി. പിന്നെ വെയിറ്റ് ചെയ്ത് കോഫി മേടിച്ചിട്ട്, പക്ഷേ മെഷീൻ കോഫി ആയിരുന്നു, ടേസ്റ്റ് ഇല്ല, അതിൽ വെക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ആ കോഫി 4 പേര് ഷെയർ ചെയ്ത് കുടിച്ചു. അത് കഴിഞ്ഞതാ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു ഡാൻസ് അർജുൻ ദാസിൻ്റെ അടിപൊളിയുണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈം കാണാൻ കാരണം തന്നെ അർജുൻ ദാസാണ്. എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ്. വില്ലനായ ക്യാരക്ടറിന് തന്നെ ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം എല്ലാ മൂവീസിലും വില്ലനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര എൻ്റെ വോയിസ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമയിലും അർജുൻ ദാസ് വില്ലനായിട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇതിലൂടെ കുറേ ആൾക്കാർക്ക് അവനെ കൂടുതൽ ഇഷ്ടപ്പെടും. നല്ല ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു അവൻ്റെ, ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു തിയേറ്റർ തിയേറ്റർ എന്താ പറയുക, റിയാക്ഷൻ. എല്ലാവരും എണീറ്റ് പെട്ടെന്നൊന്നും പോകുന്നില്ല. അവൻ്റെ ആക്ടിങ്ങിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഫണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്നത് ഞാനും കുഞ്ഞുട്ടിനും അമ്മയും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. കുഞ്ഞുട്ടി നല്ല ഉറക്കമായിരുന്നു. വണ്ടിയിൽ എന്നെ പിടിച്ച് വീണ്ടും വീണ് ഉറങ്ങുമായിരുന്നു. പിന്നെ അവനെയും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ വീടെത്തി കഴിഞ്ഞതും ഞങ്ങൾ കുഞ്ഞുട്ടിനെ ഇറക്കിയിട്ട് ഉറക്കാമെന്ന് പറഞ്ഞിട്ട് പോവാം. പിന്നെ ഋതു ഉറക്കത്തിൽ നിന്ന് തെളിഞ്ഞതാണ്. കുട്ടിനെയും വെച്ചിട്ട് സിനിമയ്ക്ക് പോയത് വലിയ കാര്യം. സിനിമ കാണാൻ വന്നാൽ നീ ചിരിക്കാൻ വന്നാ ഉറങ്ങാൻ വന്നാ ഉറക്കപ്പിച്ചിൽ കുഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടാതെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ മേടിക്കുന്ന മട്ടിൽ അതും ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ഫണ്ണായി പോയി. പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു, ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ദിവസം. അങ്ങനെ മൂവിൻ്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബൈ.